ശ്രീ സാർ നമസ്കാരം. ADGP MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് നിരവധിയായ കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല PV അൻവർ അടക്കമുള്ള ആളുകൾ ഈ പാർട്ടി വിട്ട് പോകാനുള്ള കാരണം പോലും എന്താണ് ADGP MR അജിത് കുമാർ ആണ് എന്നാണ്. അതാണല്ലോ അതിന്റെ കാരണവും. പക്ഷേ അൻവറിന്റെ വാക്കിനൊന്നും ഒരു വിലയുമില്ല. മാത്രവുമല്ല സർക്കാരിന് അജിത് കുമാറിനെ സംരക്ഷിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് അൻവർ ഇന്നും പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന MR അജിത് കുമാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ സർക്കാർ ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് പോയത്? പാർത്ഥൻ നമസ്കാരം. ഇതിൽ കുറച്ച് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സർക്കാർ ഇവിടെ ഒരു വലിയ കൃത്യമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് അൻവർ അല്ല, പ്രതിപക്ഷമല്ല, ജനങ്ങളല്ല, ആര് പറഞ്ഞാലും ഞങ്ങൾ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ യാതൊരു വിധത്തിലുള്ള ബ്ലാക്ക് മാർക്കും ഉണ്ടാകാതെ ഞങ്ങൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ ഞങ്ങൾ അതിനൊപ്പമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു സന്ദേശമാണ് സർക്കാർ ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം അത് നടന്നാലും ഇല്ലെങ്കിലും അത് പ്രഖ്യാപിക്കപ്പെട്ടാൽ തന്നെ സിവിൽ സർവീസിലുള്ള പല ഉദ്യോഗസ്ഥന്മാർക്കും അവർക്ക് അർഹമായിട്ടുള്ള പ്രൊമോഷൻസിനെ തടഞ്ഞു വെക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് IAS ആയിക്കോട്ടെ, IPS ആയിക്കോട്ടെ, പല ആൾക്കാരോടും സർക്കാർ ആ ഒരു സമീപനം സ്വീകരിക്കുന്നതും പിന്നീട് ഈ ഒരു എൻക്വയറി പെൻഡിങ് ആയിട്ട് ദീർഘകാലം ഒരുപക്ഷെ വർഷങ്ങളോളം പല ആൾക്കാരും പ്രൊമോട്ടഡ് അല്ലാതെ പഴയ പൊസിഷൻ ഏതാണോ അതിൽ തന്നെ കഴിയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലെ സിവിൽ സർവീസിൽ ഉള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. MR അജിത് കുമാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ആരോപണങ്ങളാണുള്ളത്. അതിലൊന്ന് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് അനധികൃതമായിട്ട് അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചു, അവിടെ ഒരു കെട്ടിടം വെച്ചു, അദ്ദേഹത്തിൻ്റെ വീട് വെച്ചു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമുണ്ട്. മൂന്നാമത്തേത് RSSൻ്റെ നേതാക്കന്മാരെ കണ്ടു എന്നുള്ളതാണ്. ഇതിൽ ഈ RSSൻ്റെ നേതാക്കന്മാരെ കണ്ടു എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല. അത് ക്രിമിനൽ എന്നല്ല, അതൊരു കുറ്റമേ അല്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. അദ്ദേഹം ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള വീഴ്ച വരുത്തിയിട്ടുണ്ടോ, RSSനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് അദ്ദേഹം വഴിവിട്ട് എന്തെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ആ കൂടിക്കാഴ്ച തെറ്റായിരുന്നു എന്ന രീതിയിലേക്ക് പറയാൻ കഴിയും. ഇപ്പോൾ തന്നെ പ്രതിപക്ഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പൂരം കലക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് ഏതാണ്ട് 1.5 വർഷം മുമ്പ് അവിടെ നടന്നിരുന്നത് എന്ന് പറയുന്നു. അത് കേവല ആരോപണം എന്ന നിലയ്ക്ക് നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളോ ആ ഒരു വാദം എന്ന് പറയുന്നത് സത്യമാണെന്ന് പൊതുസമൂഹത്തിന് തോന്നുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും കാര്യം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ RSS നേതാക്കളെ കാണുന്നു എന്ന് പറയുന്ന ഒരു മഹാപരാധമൊന്നും അല്ലാത്തത് കൊണ്ട് അതിനെ മാറ്റിവെച്ചാൽ മറ്റ് 2 കാര്യങ്ങൾ ഗുരുതരമാണ്. പൂരം കലക്കാനായിട്ട് അതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. തന്നെയുമല്ല അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതേപോലെ തന്നെ അദ്ദേഹം സർവീസിലിരുന്നു കൊണ്ട് അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും അതും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം സർവീസിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. പക്ഷേ ഇത് നമ്മൾ കേവലം ഇങ്ങനെ ഇരുന്ന് ഊഹിച്ചാൽ പോരാ. അതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറി ഉണ്ടാകണം, വിജിലൻസിൻ്റെ എൻക്വയറി ഉണ്ടാകണം, ഇനി ഒരു സ്പെഷ്യൽ ടീം അതിനുണ്ടാകണമെങ്കിൽ അതുണ്ടാകണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ 3 കാര്യങ്ങളെപ്പറ്റിയും അന്വേഷിക്കാനായിട്ട് പല ടീമുകളുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്വേഷണത്തിൻ്റെ പുരോഗതി എന്താണ്, എവിടെ വരെ എത്തി എന്നതിനെപ്പറ്റി നമുക്ക് ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ ഇതിൽ പെൻഡിങ് എൻക്വയറി എന്ന രീതിയിലത്തേക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ കുറ്റകരമാണ്. RSS നേതാക്കളെ കണ്ടു എന്ന് പറയുന്നത് കുറ്റമല്ല എങ്കിൽ പോലും ഇത് രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയേക്കാം. കാരണം അവരൊരു പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ആൾക്കാരാണ്. അവരേത് പ്രത്യയശാസ്ത്രവുമായിട്ട് മല്ലിട്ടാണോ നിൽക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ ഇവരുടെ തന്നെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോകുന്നു. അത് ഔദ്യോഗികമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വ്യക്തിപരമായിട്ടാണ് പോകുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം, ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ താല്പര്യം ഒക്കെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം ആ പദവിയിൽ തുടരാനായിട്ട് അദ്ദേഹം യോഗ്യനല്ല എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം ഉണ്ടാകാം. ആ ആരോപണം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് കേവല രാഷ്ട്രീയ ആരോപണം എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം അത് ഉന്നയിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല, CPI, RJD ഉൾപ്പെടെയുള്ള പാർട്ടികളുമുണ്ട്. അവർ CPMനോടൊപ്പം നിൽക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമുള്ള 2 കാര്യങ്ങൾ എൻക്വയറിയിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ നോക്കുമ്പോൾ ഈ സർക്കാർ ഇദ്ദേഹത്തിനെ പ്രൊമോഷൻ കൊടുക്കാം, DGP ആക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു റെക്കമെൻഡേഷനുമായിട്ട് വരുന്നത്. ഇവിടെ കുറച്ചുകൂടി ഗുരുതരമാകുന്ന വിഷയങ്ങളുണ്ട്. അതായത് ഇതിനു വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാനായിട്ട് ഒരു സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിങ് കമ്മിറ്റിക്ക് കുറേയധികം നിർദ്ദേശങ്ങൾ നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ചട്ടപ്രകാരമുണ്ട്.
അതിലൊന്നാമത്തെ കാര്യം, ഇവർ ഒബ്ജക്റ്റീവായിട്ടും പൂർണ്ണമായിട്ടും ഇമ്പാർഷ്യലായിട്ടും വേണം ഈ തീരുമാനം എടുക്കാൻ എന്നാണ്. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് നോക്കുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഗുണവും ദോഷവും അവർ നോക്കും. അദ്ദേഹത്തിനെ പറ്റി ഇവർ ഏതെങ്കിലും ഒരു ബയാസ് ഇല്ലാത്ത രീതിയിലത്തേക്ക് അവർ തീരുമാനിക്കാനായിട്ട് ശ്രമിക്കും. അടുത്തത് ഈ ഉദ്യോഗസ്ഥൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇൻറ്റഗ്രിറ്റി എന്നുള്ളത് പ്രധാനമാണ്. ആ ഇൻറ്റഗ്രിറ്റി ഇവർ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും. അതിനു വേണ്ടിയിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്യുമെൻറ്റുകൾ ഇവർക്ക് അവൈലബിൾ ആക്കും. അതെല്ലാം കണ്ടതിന് ശേഷമാണ് അവർ തീരുമാനിക്കുക. എന്നിട്ട് അതിനുശേഷം എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഈ കമ്മിറ്റികളിലുള്ള ആൾക്കാർ തമ്മിൽ ഉണ്ടെങ്കിൽ അതിന് പോലും ഒരു റെസൊല്യൂഷൻ മെക്കാനിസം ഇവിടെയുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇദ്ദേഹത്തിന് ഈ ശുപാർശ ചെയ്തിരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോകാൻ. ഒന്ന്, ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പരിഗണിക്കുന്ന 3 ഫാക്ടേഴ്സാണുള്ളത്. ഒന്ന്, ഇദ്ദേഹം ഒരു ഹാർഡ് വർക്കിംഗ് ഓഫീസറാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കണം. 2, അദ്ദേഹത്തിൻ്റെ കോണ്ടക്റ്റ്, സ്വഭാവം നല്ലതാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കണം. 3, അദ്ദേഹം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് തെളിയണം. ഇനി ഇത് മാത്രം പോലെ ഈ റിസൾട്ട് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ആവറേജ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആവറേജ് ആണ് എന്ന് പറഞ്ഞാൽ മോശമല്ല എന്നാണ്. അതായത് അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനാണ്, ഏൽപ്പിച്ച ചുമതലകളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ അല്ല ശുപാർശ ചെയ്യേണ്ടത്. എബവ് ആവറേജ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയെ വേണം ഇത്തരത്തിലുള്ള ഉന്നത സ്ഥാനങ്ങളിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിനൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഗ്രേഡിംഗ് കൊടുക്കും. ആ ഗ്രേഡിംഗ് കൊടുക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇപ്പോൾ ADGP ആണെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ മുകളിലുള്ളത് DGP ആണ്. ഇങ്ങനെയുള്ള ഉന്നതാധികാരികളുടെ അതൃപ്തിക്ക് ഇവരെപ്പോഴെങ്കിലും പാത്രമായിട്ടുണ്ടോ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കും. ഇതെല്ലാം കൂടി നോക്കിയതിന് ശേഷമാണ് അവസാനം ഇവർക്ക് അനുകൂലമായിട്ടാണെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് ഇവരെ ഇതിനകത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാർ തന്നെ DGPക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ട് തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിയിരിക്കുന്നത് DGP ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ മുകളിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള അതൃപ്തി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാവുമല്ലോ റിപ്പോർട്ട് തള്ളുക. ഈ രീതിയിലല്ല ഈ അന്വേഷണം നടത്തേണ്ടത് എന്നവർക്കൊരു തോന്നലുണ്ടാകാം. 2, ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി മറ്റൊരു ചുമതല കൊടുത്തു. എന്ന് വെച്ചാൽ ക്രമസമാധാന പാലനം അഥവാ ലോ ആൻഡ് ഓർഡർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതിൽ അജിത് കുമാർ തുടരുന്നതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി ഉണ്ടെന്നാണ്. അതൃപ്തി ഉള്ളത് കൊണ്ടാണല്ലോ അതിൽ നിന്ന് മാറ്റുക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചട്ടപ്രകാരം ഈ വിഷയത്തിലും അതൃപ്തി ഉണ്ട്. ഇനി അടുത്തത് DGP ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു. DGP തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മളിപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞിട്ട് അറിയുന്നത് തന്നെ DGP നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ADGP അജിത് കുമാറിനെതിരാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ മൂന്നാമത് നമ്മൾ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൃപ്തിക്ക് കാരണമാകുന്ന ഒരു സംവിധാനം അവിടുത്തെ ഇൻറ്റേർണൽ കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ ആനുവൽ കോൺഫിഡൻഷ്യൽ ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിൽ ഇതൊക്കെ തന്നെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതൊന്നും തന്നെ പരിഗണിക്കാതെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ശുപാർശ ചെയ്യാനായിട്ടുള്ള കാരണം? അടുത്തത്, വിജിലൻസിൻ്റെ ഒരു ക്ലിയറൻസ് കിട്ടണം. വിജിലൻസിൻ്റെ ഈ ക്ലിയറൻസ് കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള അച്ചടക്ക നടപടികൾ പെൻഡിങ് അല്ല എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിനെതിരെ നിലവിൽ അച്ചടക്ക നടപടി എടുത്തിട്ടില്ല. എൻക്വയറി ഒന്നും തന്നെ കാര്യമായിട്ട് പുരോഗമിക്കുന്നില്ല. അദ്ദേഹത്തിനൊരു മെമ്മോ പോലും ഇഷ്യൂ ചെയ്തതായിട്ട് നമുക്കറിയില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഡ്യൂ ആണ്, ആ പ്രൊമോഷൻ കൊടുക്കാം, അതിനുള്ള സാധ്യതകളുണ്ട്. ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു വിജിലൻസ് എൻക്വയറി വന്നാൽ അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് റിസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രൊമോഷൻ തന്നെ കൊടുക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാരിന് ഒരുപക്ഷെ അറിവുള്ളത് കൊണ്ടായിരിക്കാം ഈ അന്വേഷണം എല്ലാം തന്നെ കൃത്യമായിട്ട് പതുക്കെ പോകുന്നത്. കാരണം അതല്ല അവിടെ ഒരു കാര്യം മാത്രം, അതായത് സുപ്രീം കോടതിയുടെ ചില വിധികൾ ഈ എൻക്വയറി നടക്കുന്ന ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ നൽകുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള ചില വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ചീഫ് സെക്രട്ടറി സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത് എന്നാണ് ഇന്ന് ചില വാർത്തകൾ വന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനോടൊപ്പം തന്നെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്നൊരു ആത്മകഥ എഴുതിയതിന് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനും അദ്ദേഹം പിന്നീട് എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഈ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, അതായത് ഇപ്പോഴത്തെ DGP ഒഴിയുന്ന അവസരത്തിൽ, വിരമിക്കുന്ന അവസരത്തിൽ DGP തസ്തികയിലേക്ക് കൊണ്ടുവരികയും ഭാവിയിലൊരു ലോ ആൻഡ് ഓർഡർ ചാർജുള്ള DGP ആയി തന്നെ ഇദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക എന്നതായിരിക്കുമോ? അതിനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ പല പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ്. സീനിയോറിറ്റി നോക്കണം. സീനിയോറിറ്റിയിലുള്ള ചില ആൾക്കാർ പുറത്ത് ഡെപ്യൂട്ടേഷനിലോ മറ്റു കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള താല്പര്യമുണ്ടോ ഇല്ലയോ, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പോലീസ് ചീഫ് ആവുക, സ്റ്റേറ്റ് പോലീസ് ചീഫ് ആവുക എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്കോപ്പ് അല്ല. അതായത് അതിനുള്ള സാധ്യത അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൻക്വയറി പെൻഡിങ് ആണെങ്കിൽ പരിഗണിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു വിജിലൻസ് എൻക്വയറി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഒക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ട് എങ്കിൽ, അങ്ങനെ കൺസിഡർ ചെയ്യുന്ന, പ്രൊമോഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഉണ്ട് എങ്കിൽ, പ്രൈമ ഫേസി ഉണ്ട് എങ്കിൽ പോലും അത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ആ എൻക്വയറിയുടെ കണ്ടെത്തൽ അദ്ദേഹത്തിനെതിരാണ് എങ്കിൽ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇത് പക്ഷേ ഒരു കണ്ടീഷൻ മാത്രമാണ്. മറ്റു പല കണ്ടീഷനുകളുമുണ്ട്. ആ കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞത് ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, അദ്ദേഹത്തിന്റെ മേലധികാരികളായിട്ടുള്ള ആൾക്കാർ, അവരുടെ അതൃപ്തിക്ക് ഇദ്ദേഹം പാത്രമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ പെൻഡിങ് എൻക്വയറി എന്ന് പറയുന്ന കാര്യത്തിനെ നോക്കാതെ തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ ചാർജിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതും അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ട് തള്ളിയിരിക്കുന്നതും അദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മറ്റുള്ള ആൾക്കാരുടെ അതൃപ്തിക്ക് പാത്രമായി എന്നാണ്. അങ്ങനെയുള്ള ഒരാളിനെതിരെ ഈ രീതിയിലത്തേക്കുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ബിലോ ആവറേജ് പെർഫോമൻസ് ഉണ്ടാകാൻ പാടില്ല, വളരെ നോട്ട് വർത്തി ആയിരിക്കണം, അദ്ദേഹം എല്ലാ തരത്തിലും റെക്കഗ്നിഷൻ കിട്ടാനായിട്ട് സർവ്വതാ യോഗ്യനായിരിക്കണം, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിലൊരു തമാശ, ഈ പൂരം കലക്കൽ എന്ന് പറയുന്നതിൽ ആരോപണം നേരിടുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി കൊടുത്തത്. ആ റിപ്പോർട്ടാണ് തള്ളിയത്. എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ ഇതിലൊരു പാർട്ടിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം നിൽക്കുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാരെ, റിപ്പോർട്ടുകൾ പ്രകാരം തിരുവമ്പാടി ദേവസ്വത്തിനെയും തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണറെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അദ്ദേഹവും അതിൽ ഒരു പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ടുകൂടി ആയിരിക്കുമല്ലോ ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ ആ റിപ്പോർട്ട് തിരസ്കരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അതൃപ്തിക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരൊറ്റ കണ്ടീഷൻ കൊണ്ട് അദ്ദേഹത്തിന് നിലവിൽ ഇങ്ങനെ പ്രൊമോഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ റെക്കമെൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി കൃത്യമായ രീതിയിലത്തേക്ക് അവരുടെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടോ, ഈ പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം തന്നെ അവർ മൂവ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലത്തേക്കുള്ള സംശയങ്ങളുണ്ട്. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അദ്ദേഹം നേരിടുന്ന ഏറ്റവും ഞാൻ നോക്കിയിട്ട് പൂരം കലക്കിയതും അല്ലെങ്കിൽ ഈ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം എന്ന് പറയുന്നതാണ് മേജർ ചാർജസ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം സ്പീഡപ്പ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് സർക്കാരിന് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വിജിലൻസിന്റെ എൻക്വയറി നടക്കുന്നു, അതിനുശേഷം ക്ലീൻ ചിറ്റ് കൊടുക്കാം. ക്ലീൻ ചിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ RSSന്റെ നേതാക്കളെ കണ്ടു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിത് കുമാർ ഒരു ക്ലീൻ ഇമേജുള്ള ഉദ്യോഗസ്ഥനായി മാറി. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ സർക്കാർ തയ്യാറാവുന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തെ DGP ആയി ഉയർത്തുകയും വേണം എന്ന ഒരു ലക്ഷ്യമാണ് സർക്കാരിനുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അല്ല, ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് ഒരു അന്വേഷണ സമിതിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാനായിട്ട് ഇതുവരെയുള്ള സമയം മതിയായിരുന്നു ഇദ്ദേഹത്തിനെ പറ്റി അന്വേഷിച്ചതിന് ശേഷം. ഇപ്പൊ അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട എന്താണ്, അദ്ദേഹത്തിന് പിന്നെ വിവാഹശേഷം കിട്ടിയിരിക്കുന്ന സ്വത്താണ് എന്ന രീതിയിലത്തേക്ക് അത് പറയുന്നു. അങ്ങനെ അത് കിട്ടിയിരിക്കുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ പാർത്ഥൻ ഇത് ഒരൊറ്റ ദിവസത്തെ കാര്യമാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ എൻക്വയറി ഇവിടെ തീർക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എത്ര മാസങ്ങളായിട്ട്, എത്ര ആഴ്ചകളായിട്ട് ഇങ്ങനെ നീണ്ടുപോവുകയാണെന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ പൂരത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത് എങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്നുള്ള ഒരു ചാർജസ് കൊടുക്കുക, അതില്ല. ഞാൻ പറഞ്ഞു ഇത്രയും മാസമായിട്ടും ഈ കാര്യത്തിലൊക്കെ തന്നെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കാവുന്ന കേസുകളിൽ പോലും അദ്ദേഹത്തിന് ഒരു മെമ്മോ പോലും കൊടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു ക്ലീൻ ഇമേജ് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസും ഉണ്ടായിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് പോലും പിന്നെ അദ്ദേഹത്തിനെ എതിർക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ സർക്കാർ ശ്രമിക്കുന്ന അതല്ല. എൻക്വയറി അതിന്റെ ഭാഗത്ത് പോട്ടെ, സർക്കാർ കാര്യം മുറ പോലെ പതുക്കെ നടക്കട്ടെ, പ്രതിപക്ഷം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ജനങ്ങൾ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത് മാത്രമേ ഞങ്ങൾ നടത്തുകയുള്ളൂ എന്ന രീതിയിലത്തേക്ക് പല വിഷയങ്ങളിലും ശ്രീ പിണറായി വിജയൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിലും കൃത്യമായിട്ട് കാണാം. അതല്ല എങ്കിൽ ഈ പൊതുജനങ്ങളുടെ ഒരു കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലത്തേക്ക് എൻക്വയറി പെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് ഈ രീതിയിലത്തേക്ക് സർക്കാർ പോകേണ്ടുന്ന ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. അതെന്തായാലും പൊതുജനം വിലയിരുത്തട്ടെ, നമ്മുടെ നാട്ടിലുള്ള പ്രതിപക്ഷം അതിനെ ഏറ്റെടുക്കട്ടെ എന്ന് പറയാം. വളരെ കൃത്യമാണ്. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ ഈ പൊതുജനങ്ങളുടെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള രീതിയിലുള്ള, അതായത് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താതെ ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് സർക്കാർ ജനങ്ങൾക്ക് മേലും കൊടുക്കുന്നത്. എന്തായാലും അതിനുള്ള ആ ഒരു വഴിയൊക്കെ, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയാണോ എന്നൊക്കെ ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ അങ്ങ് പറഞ്ഞതുപോലെ. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.